ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ 2020-2025. ഞാൻ പാർവതി. ഇന്നലത്തെ വഴക്കെന്ന് പറഞ്ഞാൽ അനുവും നമ്മുടെ തക്രാനും ചായയുടെ പേരിൽ ചായ ഇടുന്നത്, അനു ഇട്ട ചായ എനിക്ക് ഇഷ്ടമല്ല എന്ന് തക്രാൻ തന്നെ ചായ ഇടും. അവിടെ നടന്നൊരു പുരിഞ്ഞാടി. പിന്നെ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൂക്കാൻ പറ്റും, തക്രാൻ അനുവിനെ തൂക്കാൻ പറ്റും. ഇപ്പൊ ഇവർ തമ്മിലുള്ള ഒരു അടിയൊക്കെയാണ് ഇന്നലെ നടന്നത്. പിന്നെ പിന്നെ നമ്മുടെ ഇന്നലത്തെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ള ഒരു ടാസ്ക്. അത് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തത് ഷാനവാസ്, തക്രാന്, ബിന്നി, ശൈത്യ. അപ്പൊ ഈ 4 പേരും ഇന്ന് ഗാർഡൻ ഏരിയയിലാണ് കടന്നുറങ്ങുന്നത്. അപ്പൊ ലൈറ്റ്സ് ഓഫ് ചെയ്യുന്ന സമയത്ത് ടാസ്ക് തുടങ്ങുന്നു. ഷാനവാസ് ഇതിൽ ഉറങ്ങിപ്പോകുന്നുണ്ട്. അപ്പം അപ്പാനി വന്ന് നോക്കുന്നുണ്ട്. അപ്പം ഷാനവാസ് പെട്ടെന്ന് ഉറങ്ങുന്നുണ്ട്, മെഡിസിൻ എടുക്കുന്നുണ്ട്. അത് കാരണം പെട്ടെന്ന് തന്നെ ഷാനവാസ് ഉറങ്ങുന്നു, നോക്കുന്നു. പിന്നെ അവിടെ അക്ബറും ഷാനവാസും തമ്മിൽ ഒരു അടി നടക്കുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ വിഷയം, കഴിഞ്ഞ ദിവസത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ അനു ഡോക്ടർമാർ വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു. അത് കള്ളമായതുകൊണ്ട് ഷാനവാസ് മാപ്പ് പറയണമെന്നാണ് അക്ബറിന്റെ വാദം. അതിന്റെ ഇടയിൽ ഒരു പുരിഞ്ഞ അടി വരുന്നു. പിന്നെ മോർണിംഗ് അനീഷ് എടുക്കുന്നു, ഷാനവാസ് അങ്ങനെ പിന്നെ പതിവ് പോലെ അനീഷിന്റെ വെറുപ്പീര് അങ്ങനെ പോകുന്നു കാര്യങ്ങൾ. പിന്നെ ഇവിടെ അനീഷ് വന്നിരിക്കുന്നു, നിങ്ങൾ നന്മ മരം കഴിഞ്ഞ് നിൽക്കുവാണല്ലേ, നന്മ മരം കളിച്ചുകൊണ്ട് അവിടെ ഇരിക്കുള്ളൂ, ഇത് ബിഗ് ബോസ് ആണെന്നൊക്കെ പറഞ്ഞു ബിന്നിയോട് അനീഷ് കുറെയൊക്കെ ഡയലോഗുകളൊക്കെ അടിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഒരു വേടന്റെ പാട്ടാണ് ഇന്ന്. അപ്പൊ ആ വേടന്റെ പാട്ട് തന്നെ ഇങ്ങനെ എംബോസിഷൻ മോഡൽ ഇങ്ങനെ അനീഷ് ഇങ്ങനെ എന്നത്തെയുള്ള വെറുപ്പീര് പോലെ ഇങ്ങനെ പറഞ്ഞോടിക്കുക. എല്ലാവരും മടുത്തു, പ്രേക്ഷകർ നമ്മളും കണ്ടു മടുത്തു. പക്ഷെ ഈ ബിഗ് ബോസിൽ എപ്പോഴും ഈ ചറപറ ഈ ഒച്ചപ്പാടായതുകൊണ്ട് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ്, ആ ഒരു കിക്ക് വരുന്നില്ല. ഓക്കെ. അപ്പൊ മോർണിംഗ് ടാസ്കിന് എല്ലാവരും വിളിക്കുകയാണ്. മോർണിംഗ് ടാസ്കിന് വിളിക്കുന്നു, മോർണിംഗ് ആക്ടിവിറ്റിയാണ്. ഷാനവാസ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എപ്പോഴും വരുന്നത്. ഓക്കെ. എല്ലാവരും ഗാർഡൻ ഏരിയയിലോട്ട് പോയി ഇരിക്കാൻ പറയുന്നു. അപ്പം കുറച്ച് ലേറ്റ് ആയി നിന്നു. അപ്പോൾ വെയിലൊക്കെ അത്യാവശ്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് കാരണം ബിഗ് ബോസിനോട് ഒരു അത്ര ബഹുമാനമുള്ളതായിട്ടൊന്നും കാണുന്നില്ല. ചിലരൊക്കെ എഴുന്നേറ്റ് പോകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പം ടാസ്കിൻ ലെറ്റർ വന്നു, അനുവാണ് വായിക്കുന്നത്. അപ്പൊ അത്ര വ്യക്തമല്ല. അനു ഇച്ചിരി വിക്കിലും മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിക്കും മൂളിയും ഒക്കെ പറഞ്ഞ് നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് പറയുന്നുണ്ട്, വേറെ ആരെങ്കിലും ആ ടാസ്കിൻ ലെറ്റർ വാങ്ങിച്ചു വായിക്കാൻ പറയുമ്പോഴത്തേക്ക് അവിടെയും കാക്കക്കുട്ടി കല്ലിട്ട മതിരി ഞാൻ വായിക്കാം ഞാൻ വായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൂടെ വരികയാണ്. ലാസ്റ്റ് അത് എന്റെ ഒന്നും പറയരുത്, എന്ത് പറഞ്ഞാലും ഇവിടെ ഒരു ഫേക്ക് ആണ് മൊത്തം. എല്ലാം കൂടെ ചുമ്മാ ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം കിടന്നൊരു ബഹളം വെക്കലും ഒരു വിവരം എന്ന് പറഞ്ഞ സാധനം ഒറ്റ. അപ്പം അത് അനീഷ് തന്നെ നല്ല വ്യക്തമായിട്ട് നല്ല ക്ലാരിറ്റിയോട് വായിക്കുവാണ്. അപ്പം നിങ്ങൾ അതിനകത്ത് പറയുന്ന കാര്യം വെച്ചാൽ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ഒരാളെയും ഇഷ്ടമില്ലാത്ത ഒരാളെയും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ ഇഷ്ടമുള്ള ആൾക്ക് ഒരു നിക് നെയിം ഇടണം, ഇഷ്ടമില്ലാത്ത ആൾക്കും നിങ്ങൾ ഒരു നിക് നെയിം ഇടണം. അതാണ് ചുരുക്കി പറഞ്ഞ ഇതിനകത്തുള്ളത്. ഓക്കെ. അപ്പം അതിന് അപ്പാനി വന്നിട്ട് ഇഷ്ടപ്പെട്ട ആള് ആര്യൻ. അപ്പൊ ആര്യനിട്ട പേര് ചിരിക്കുടുക്ക. പിന്നെ ഇഷ്ടമില്ലാത്തത് അനീഷിന് മുള്ളം പന്നി എന്ന് ഇടുന്നു. പിന്നെ രഞ്ജിത്ത് വന്നിട്ട് അതിലെ നൂറ ഇഷ്ടമുള്ള ആളെ അതിലെ നൂറ പറയുന്നു, അവരെ പൂമ്പാറ്റ എന്ന് വിളിക്കുന്നു. പിന്നെ ഇഷ്ടമില്ലാത്ത റെനയാന്ന് പറയുന്നു. അപ്പം ഡെലേലു അങ്ങനെ കണ്ട് ഒരു പേര് ഇടുന്നു. പിന്നെ ബിന്നി വന്നിട്ട് സരികെ പറയുന്നു, സരികയിലെ ഇഷ്ടമുള്ളതുകൊണ്ട് മാധുരി എന്ന് വിളിക്കുന്നു. ഇഷ്ടമില്ലാത്ത അനീഷിനെയാണ് അപ്പൊ ചൊറിയം പുഴു എന്ന് വിളിക്കുന്നു. ബിൻസി അനുവിനെയാണ് ഏറ്റവും ഇഷ്ടം, അപ്പൊ പാവക്കുട്ടി എന്ന് വിളിക്കുന്നു. ഏറ്റവും ഇഷ്ടമില്ലാത്ത അനീഷിനെ ഫേക്ക് കുട്ടി എന്ന് വിളിക്കുന്നു. പിന്നെ വരുന്നത് നിവിനാണ്, നിവിന് അനുവിനെയാണ് ഏറ്റവും ഇഷ്ടം, ക്യൂട്ട് എന്ന് വിളിക്കുന്നു. പിന്നെ ഏറ്റവും ഇഷ്ടമില്ലാത്ത അനീഷിനെയാണ് നല്ല വെരികുണ്ണി എന്ന് വിളിക്കുന്നു. പിന്നെ റന ഫാത്തിമ വന്നിട്ട് നമ്മുടെ തക്രാൻ ഗിസൈലിനെ പറയുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗിസൈലിനെയാണ്, അപ്പൊ ചങ്ക് എന്ന് വിളിക്കുന്നു. അപ്പൊ ഏറ്റവും ഇഷ്ടമില്ലാത്തത് ഒനിയലിനെയാണ്, അടുക്കള വീരൻ എന്നാണ് വിളിക്കുന്നു. പിന്നെ ആര്യൻ വന്നിട്ട് ശരത്തിനെ പറയുന്നു ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പുക്കുട്ടൻ എന്ന് വിളിക്കുന്നു. ഏറ്റവും ഇഷ്ടമില്ലാത്ത രഞ്ജിത്തിനെയാണ് മൂഷിഞ്ഞോ അങ്ങനെ കണ്ടെന്നുണ്ട്, മൂഷിയോ അങ്ങനെ കണ്ടെന്തോ ഒരു പേരിടുന്നു. പിന്നെ ഒനിയൽ വന്നിട്ട് റെനയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്, അതുകൊണ്ട് സെർലാക്ക്, ചെറിയ കുട്ടി സെർലാക്ക് എന്ന് വിളിക്കുന്നു. അനീഷിനെയാണ് ഒനിയൻ ഒട്ടും ഇഷ്ടമില്ലാത്തത്, റേഡിയോ എന്ന് വിളിക്കുന്നു. പിന്നെ അക്ബർ വന്നിട്ട് ഹൊനിയലിനെയാണ് ഏറ്റവും ഇഷ്ടമുള്ളത്, അപ്പൊ മിസ്റ്റർ പെർഫെക്റ്റ് എന്ന് വിളിക്കുന്നു. ഇഷ്ടമില്ലാത്തത് രേണുസുതിയിലാണ്, സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിക്കുന്നു. അത് നമുക്ക് എടുത്ത് പറയേണ്ടത് ഒരു വിഷയമാണ്. എന്തിന്റെ പേരിലാണ് നമുക്ക് ഈ ഒരു കാര്യത്തെ നമ്മൾ രേണുസുതിയെ പൊക്കി പറയല്ല. എന്താന്ന് വെച്ചാൽ രേണുസുതി ഇതിനകത്ത് ആക്റ്റീവ് അല്ല, അറ്റർലി വേസ്റ്റ് ആണ്. നമ്മൾ നല്ല പ്രതീക്ഷയോടാണ് രേണുസുതി ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണിക്കുക. അപ്പൊ നമ്മൾ കാണാനും നമ്മളെല്ലാം നോക്കിയിരുന്നതാണ്. പക്ഷെ അതിനകത്ത് മിന്നി മറിഞ്ഞാണ് രേണുസുതിയെ വല്ലപ്പോഴും വലിയ കാണിച്ചെങ്കിൽ അവരതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും കാണിക്കുന്നില്ല, ആർക്കോട്ടും ഒരു അഗനസ്റ്റ് ആയിട്ടൊന്നും പറയുന്നില്ല. പിന്നെ അവരെ പുറത്ത് നടക്കുന്ന ഒരു ഇഷ്യൂ വെച്ചിട്ട് അവരെ സെപ്റ്റിക് ടാങ്കിന് വിളിച്ച് അത്രയും തരം താഴ്ന്ന പരിപാടി കാണിച്ചത് അക്ബറിന് ഒട്ടും ചേർന്നല്ല. അക്ബർ ഒരു TV ഷോയിൽ, അതായത് ഏഷ്യാനെറ്റിന്റെ തന്നെ ഒരു ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു മെറ്റീരിയലാണ്. അതായത് സ്റ്റാർ സിംഗർ പ്രോഗ്രാമിലെ കണ്ടസ്റ്റൻസ് ആയിരുന്നു. പക്ഷെ അക്ബറിന്റെ അക്ബറിനെയാണ് അവിടെ കാണിച്ചത്. അത്രയും ദുഷിച്ച രീതിയിൽ സെപ്റ്റിക് ടാങ്കിൽ നിന്നും വിളിച്ച് അത്രയും അവരെ അവഹേളിക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. അതിനകത്ത് പുറത്ത് അവരെങ്ങനെയും ആയിക്കോട്ടെ, പക്ഷെ ഇപ്പം കറന്റ്ലി അവർ അതിനകത്ത് വെച്ച് നോക്കിയിട്ട് ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല. അത് വളരെ മോശമായി പോയി. സെപ്റ്റിക് ടാങ്ക്
അത് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. അപ്പൊ ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവര് വന്നേച്ച് ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് രേണു ശരിക്കും ആ റൂമിനകത്തോട്ട് ഒറ്റയ്ക്ക് നടന്നത് സ്ട്രാറ്റജി എന്തായാലും അത്രയും പേരുടെ മുന്നിൽ വെച്ച് സെറ്റ് ടാങ്കിനെ കളിക്കുമ്പോൾ എന്താ പോലെ. അപ്പൊ അവരുടെ പുറത്തുള്ള ഇത് വെച്ചിട്ടാണെങ്കിൽ അവര് ശരിയാണ്, അവര് കള്ളം പറഞ്ഞിട്ടുണ്ട്, അവര് അങ്ങനെ അങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പല പല തെരുയുടെ ഉഴായ്പും എല്ലാം കാണിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പം ഒരു നിക്നെയിം കൊടുക്കാൻ പറയുമ്പോഴത്തേക്ക് അത് കുറച്ച് കൂടിപ്പോയെന്നേ പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് രേണുസുതി തന്നെ ഇങ്ങനെ നടന്ന് പറയുന്നുണ്ട്, എന്നെ ഒരുപാട് ആൾക്കാർ ഒരുപാട് പേരിട്ട് വിളിച്ചിട്ടുണ്ട്, ഒരുപാട് അവഗണന ഞാൻ നേരിട്ടുണ്ട്, പക്ഷെ ഇതെനിക്ക് എന്തോ പോലെ ആയിപ്പോയി എന്ന് അവർ പറയുമ്പോൾ തന്നെ നമുക്ക് എന്തോ ചെറിയൊരു ഫീല് നമുക്ക് വരും. സ്ട്രാറ്റജി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അത് അക്ബറിന്റെ ഭാഗത്തു നിന്ന് വന്നാൽ വളരെ ഒരു മോശമാണ്. അങ്ങനെ സെപ്റ്റിക് ടാങ്കിന്ന് വിളിച്ചു. ഷാനവാസ് ഇഷ്ടമുള്ളത് അക്ബറിനെയാണ് ടുണ്ടുമോൻ എന്ന് വിളിക്കുന്നു, ഇഷ്ടമില്ലാത്തത് രഞ്ജിത്തിയാണ് ഫ്രീക്കൻ എന്ന് വിളിക്കുന്നു. പിന്നെ അബി വന്നിട്ട് ഇഷ്ടമുള്ളത് ഒനിയലിനെയാണ് പറയുന്നത്, അതുകൊണ്ട് മച്ചാൻ എന്ന് വിളിക്കുന്നു, ഇഷ്ടമില്ലാത്തത് രഞ്ജിത്തിനാണ് ഇരുതല മൂരി എന്ന് വിളിക്കുന്നു. ശൈത്യ വന്നിട്ട് അനുവിനെയാണ് ഇഷ്ടമുള്ളത്, പിങ്കി എന്ന് പേരിടുന്നു. പിന്നെ അനീഷിനെ ടുണ്ടുമോൻ എന്ന് വിളിക്കുന്നു, ഇഷ്ടമല്ലാത്തത് അനീഷിനെയാണ്. പിന്നെ ശാരികയാണ് അതിലേനോറയാണ് ഏറ്റവും ഇഷ്ടമുള്ളത്, അതുകൊണ്ട് ബ്ലൂ ലഗൂൺസ് എന്ന് വിളിക്കുന്നു. പിന്നെ ഇഷ്ടമില്ലാത്ത അനീഷിനെയാണ് നമുക്കറിയാലോ, അട്ടർലി ബേസ്റ്റ് എന്നാണ് പറയുന്നത്. പിന്നെ രേണുസുതി വന്നിട്ട് അതിലേനൂറയാണ് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറയുന്നു. അവർ എന്ത് പറഞ്ഞാലും അവർ അക്സെപ്റ്റ് ചെയ്യും, അവരങ്ങനെ ഇത് വരില്ല, അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് മിന്നൂന്നും വിളിക്കുന്നു. പിന്നെ ഇഷ്ടമില്ലാത്തത് അക്ബറിനെയാണ്, മുമ്പ് പറഞ്ഞല്ലോ വേട്ടപ്പട്ടിയായിട്ട് ചിത്രീകരിക്കുന്നു, കുഴപ്പമില്ല, രണ്ടുപേരും തുല്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നെ സരിക വന്നിട്ട് രഞ്ജിത്തിനെയാണ് ഏറ്റവും ഇഷ്ടമുള്ളത്, അത് നല്ല ആക്റ്റീവ് ആണെന്ന് പറയുന്നു. ഇഷ്ടമില്ലാത്ത റെനയാണ് ടു കെ കിഡ് എന്ന് പറയുന്നു. അനു വന്നിട്ട് ഭയങ്കര സേഫ് ആണ്, എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്, എന്നാലും നിവിനെയാണ് എനിക്ക് ഒന്നും കൂടി ഇഷ്ടം, അപ്പൊ അതുകൊണ്ട് ഉണ്ണിക്കുട്ടൻ എന്ന് വിളിക്കുന്നു. അക്ബറിനെയാണ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തത്, അപ്പൊ ഒരു വൃത്തിയായിട്ട് ക്യാരക്ടർ എന്ന് പറയുന്നു, അതുകൊണ്ട് പാഷാണത്തി കൃമി എന്ന് പറയുന്നു. പിന്നെ തക്രാൻ നമ്മുടെ ഹിന്ദിക്കാരി ആര്യനെയാണ് ഏറ്റവും ഇഷ്ടം. അവിടെ ഒരു ലവ് ട്രാക്കിന്റെ ഒരു സിമ്പിൾ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കത് ഒരു ലവ് ട്രാക്കിലോട്ട് ഇങ്ങനെ പോകുന്നുണ്ടോ എന്നൊരു സംശയമില്ലായില്ല. അപ്പം ആര്യനെ കൺമണി എന്ന് വിളിക്കാനാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു. കൺമണി, ഓക്കെ. പിന്നെ അപ്പാനിയലാണ് ഒട്ടും ഇഷ്ടമല്ലാത്തത്, കഴിഞ്ഞ ദിവസത്തെ മേക്കപ്പ് പ്രശ്നമാണ്, അതുകൊണ്ട് റൗഡി എന്ന് വിളിക്കുന്നു പറയുന്നു. പിന്നെ അതുലാനോറ വന്നിട്ട് ശരത്തിനെയാണ് അണ്ണാരക്കണ്ണൻ എന്ന് വിളിക്കുന്നു, അനീഷിനെ അപ്പി എന്ന് വിളിക്കുന്നു, തീട്ട എന്ന് വിളിക്കുന്നു. പിന്നെ അനീഷ് വന്നിട്ട് റെനെ ഒരു പൂ പോലെയാണ് എനിക്ക് തോന്നുന്നത്, അപ്പൊ പൂ എന്ന് വിളിക്കുന്നു കൊച്ചുകുട്ടിയല്ലേ. പിന്നെ അനിമോളെ ചതിയെത്തി എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ ഇരട്ട പേര് നെഗറ്റീവായിട്ട് വന്നത് അനീഷിനാണ്. 8 പേര്, അത് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ അനു, അതുല, നോറ ഇവർക്കൊക്കെ 2-3 വെച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ രേണു ഇങ്ങനെ കരിഞ്ഞും കാറിയും കൊണ്ട് നടക്കുന്നു, എന്നെ സെപ്റ്റിക് ടാങ്കിന്ന് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നാഗവല്ലിയെ പോലെ നടക്കുന്നു. പിന്നെ ഇവിടെ ഷാനവാസിന് നമ്മൾ സൈലന്റ് ആയിട്ടുള്ള ഗുഡ് പ്ലെയർ ആയിട്ട് നമ്മൾ കാണണം. ഷാനവാസ് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്, കാരണം ഇപ്പൊ ഷാനവാസിന് ഇപ്പോൾ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് ഗാർഡൻ ഏരിയ ആണല്ലോ കിടക്കുന്നത്. അപ്പം അപ്പാനിയൊക്കെ ശരിക്കും ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്തിട്ട് ഒരു സ്റ്റോറിയൊക്കെ അവരെ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട്, പഴയ സ്റ്റോറിയൊക്കെ ഷാനവാസിന് കുറച്ചും കൂടെ നല്ല ഇതുണ്ടാകുന്ന രീതിയിൽ ഒരു സ്റ്റോറി ഒക്കെ പറയുന്നുണ്ട്. അതായത് അപ്പാനിയൊക്കെ പടമൊക്കെ ഇറങ്ങിയ സമയത്ത് അപ്പാനി ഒന്ന് കാണാൻ സെൽഫി എടുക്കണം എന്നൊക്കെ ഞാൻ കരുതിയിരിക്കുമ്പോഴാണ് ഒരു ദിവസം അപ്പാനിയും ഫാമിലിയും തിരുവനന്തപുരത്ത് എന്നെ കണ്ടത്. അപ്പം എന്റെ സീരിയലുണ്ട്, അപ്പാനിയുടെ വൈഫ് ആവശ്യപ്പെട്ടു ഫോട്ടോ എടുക്കണം. അപ്പൊ ശരിക്കും ഞാൻ ഇദ്ദേഹത്തെ കാണാനും പരിചയപ്പെടാനിരിക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ട്രാറ്റജി. അപ്പൊ അപ്പാനി ഒന്ന് പൊക്കിയപ്പോ അവിടെ ഒരു ഇമോഷണലി അവിടെ ഒന്ന് ഒരു ഇതാക്കി, അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിയൊക്കെ ഷാനവാസിന്ന് വരുന്നുണ്ട്. ഷാനവാസ് നിൽക്കേണ്ടടുത്ത് നിൽക്കാൻ അറിയാം, അവിടെ കൊണ്ടാക്കുന്നിടത്ത് അവിടെ കൊണ്ടാക്കാനും, തമാശ പറയുന്നിടത്തും, പിന്നെ ആൾക്കാരെ കയ്യിലെടുക്കാനും. അതായത് നമ്മൾ നിന്നെ ഞാൻ കയ്യിലെടുക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല, അത് തോന്നാതെ തന്നെ കയ്യിലെടുക്കുന്ന ഒരു സ്ട്രാറ്റജി അവിടെ നടക്കുന്നുണ്ട്. പിന്നെ അപ്പാനിയും ആര്യനും തമ്മിൽ ഒരു കോൺവെർസേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. അവിടെ മെയിൻ ആയിട്ട് പറയുന്നത് നമ്മുടെ അനുവിനെയും രേണുവിനെയും സരികയിലുമാണ്. അതിൽ അനുവിനെയൊക്കെ അപ്പാനിയും, അപ്പം അപ്പാനി പറയുന്നുണ്ട്, അനു അവൾ കാണുന്ന പോലെ ഒന്നും അവള് ഭയങ്കര ഫേക്ക് ആണ്, അവിടെ തനി സ്വഭാവം പറയണേ, നാട്ടിൽ വരണം, എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്, എന്റെ വൈഫ് പറഞ്ഞിട്ടുണ്ട് കൂടുതലൊന്നും പറയരുത്, കൺട്രോൾ പാലിക്കണം. പിന്നെ നമ്മുടെ രേണുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ രേണു കാണുന്ന പോലെ തന്നെ നമ്മൾ വെളിയിൽ വളരെ നെഗറ്റീവാണ്. അവരാ മറ്റേ സുധിച്ചേട്ടൻ എനിക്ക് കാര്യമാണ്, പക്ഷെ സുധിച്ചേട്ടനുള്ള ബഹുമാനം കൊണ്ടാണ് അവർക്ക് ഒരു ഇത് കൊടുക്കുന്നത്. എനിക്ക് രേണുവിനെ പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, രണ്ടെണ്ണം പറയാൻ തന്നെയാണ് തോന്നുന്നത്. പിന്നെ സുധിയോടുള്ള ഒരു ഇതും, പിന്നെ അവരൊരു പെണ്ണുമായിപ്പോയി, അതുകൊണ്ടൊക്കെയാണ്. പിന്നെ സരികയെ കുറിച്ചും പറയുന്നത്, സരിക ഞാൻ ഒന്നിച്ചൊത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്, അവരിങ്ങനെയല്ല വെളിയിൽ എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. ഇത് ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ ആരും ഇങ്ങനെ ക്യാച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. കൊള്ളാം, നല്ലതാണ്. അപ്പം
അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ബാത്റൂം ഇഷ്യൂ, എന്റെ പൊന്നോ എന്തുവാണോ ആദ്യമേ നമ്മുടെ ബാത്റൂം ടീംസ് ശാരിക വന്നിട്ട് അതെ അതെ ഒരു മിനിറ്റ് ഇതാരാണ് ഈ ബാത്റൂമിന്റെ ഈ ക്ലോസറ്റിന്റെ അവിടെ ടിഷ്യൂ ഇങ്ങനെ ഡസ്റ്റ്ബിന്നിനകത്ത് ഇടാതെ ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുന്ന ആളുകൾ ആരാണ്ടുമാണ്, എന്താ കാര്യം, ആരൊക്കെയാണ് എന്നിങ്ങനെ ചോദിച്ചു. അവിടെ കുറച്ചൊരു ഇതൊക്കെ ആയി വരുമ്പോഴത്തേക്ക് നമ്മുടെ ബിന്നി പറയുന്നുണ്ട് ഭയങ്കര അലമ്പ്, നമുക്ക് എപ്പോഴും പറഞ്ഞത് നമുക്ക് തലക്കുട്ടി കല്ലിട്ട മാതിരി. ബിന്നി പറയുന്നുണ്ട് അതെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഈ ബോയ്സ് ജെൻസ് യൂറിൻ പാസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ക്ലോസറ്റിന്റെ ഇതുണ്ടല്ലോ അടപ്പ് അതൊന്ന് പൊക്കി വെക്കണം. അതെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ യൂറിൻ ഡ്രോപ്സ് കിടക്കുമ്പോഴത്തേക്ക് ലേഡീസ് എന്നിട്ട് നിങ്ങൾ അത് ഫ്ലഷ് അടിച്ചിട്ട് ഒന്ന് വൈറ്റ്സ് ചെയ്തിട്ട് പൊക്കോളൂ. അപ്പൊ ലേഡീസ് വരുമ്പോൾ വെച്ചാൽ അവർ ഇരുന്നാണല്ലോ, ആണുങ്ങൾ നിന്നും പെണ്ണുങ്ങൾ ഇരിക്കുവാണല്ലോ, അപ്പം അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും, പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. അവർ ഡോക്ടറായതുകൊണ്ട് അവർ ശരിക്കും നല്ലൊരു കാര്യം പറഞ്ഞു കേട്ടോ. അപ്പത്തേക്ക് അതിന്റെ ഇടയ്ക്ക് മുടി കിടക്കുന്നുണ്ടല്ലോ, മുടി അപ്പൊ മുടി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഭയങ്കര വഴി ആരാടാ മുടിയിട്ടത്. അപ്പൊ ഈ ഈ പ്രശ്നം നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ അനീഷണ്ണൻ ക്യാപ്റ്റനാണ് പോലും, എന്നെ ഇതൊന്നും ബാധിക്കുന്ന കാര്യമില്ലെന്ന് പറഞ്ഞ ഒരു മഞ്ഞ ടീഷർട്ട് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തതല്ലാതെ അതിനകത്തൊന്ന് ഇടപെടുവോ, കാര്യം എന്താണെന്ന് ചോദിക്കുവോ, ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ അയാൾ ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ വളരെ നെഗറ്റീവ്, വളരെ മോശമാണ്. അങ്ങനെ ഒരു ക്യാപ്റ്റൻസി അലങ്കരിക്കാനുള്ള യോഗ്യതയൊന്നും ഇല്ല, ചുമ്മാ നമ്മളെ ട്രിഗർ ചെയ്ത് നിൽക്കുന്നേ ഉള്ളൂ. അപ്പൊ അപ്പോഴത്തേക്ക് ഓടി വന്നു, അയാൾ ആരും വിളിച്ചില്ല, പക്ഷെ ഓടി വന്നിട്ട് പെണ്ണുങ്ങളുള്ള വീട്ടിൽ മുടിയുണ്ട്. അപ്പോഴത്തേക്ക് പറയുന്നു ആരാണ് ഈ ബാത്റൂം വേസ്റ്റ് എല്ലാം കൊണ്ട് നമ്മുടെ കിച്ചണിലെ ഡസ്റ്റ്ബിനകത്ത് കൊണ്ടിട്ടെന്ന് ചോദിക്കുന്നു. അപ്പൊ ക്യാപ്റ്റൻ ആരെങ്കിലും ഒക്കെ അവിടെ ഒന്നുകൂടെ ആവശ്യപ്പെടണം, ബിഗ് ബോസ് നമുക്ക് ഒരു ഡസ്റ്റ്ബിൻ കൂടെ ആവശ്യമുണ്ട്, ബാത്റൂമിന് സെപ്പറേറ്റ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് തീരുന്ന പ്രശ്നമുള്ളൂ. അവിടെയാണ് പൊരിഞ്ഞടി, നമുക്ക് പറയാനും വയ്യ, നമുക്ക് വിവരിക്കാൻ ഒട്ടും വയ്യ, കാരണം ഇത് 2 ദിവസമായതേ ഉള്ളൂ. അവിടെ പറഞ്ഞു മടുത്താണ്. അപ്പൊ അപ്പാനിയൊക്കെയാണ് കയ്യൂക്കാണ്, കൺട്രോൾ എന്ന് പറഞ്ഞ ഒരു സംഭവമില്ല. എന്തിനാണ് ഒരു ചെറിയ നിസ്സാര കാര്യങ്ങൾക്കാണ് ഈ കയ്യൂക്കും പരിപാടിയൊക്കെ ഇപ്പൊ തല്ലെന്ന് പറഞ്ഞാണ് പോകുന്നത്. അപ്പം അതങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വീക്കിലി ടാസ്ക്, ഭാഗ്യത്തിന്റെ പണപ്പെട്ടി എന്നൊക്കെ പറഞ്ഞ ഒരു വീക്കിലി ടാസ്ക് വരുന്നുണ്ട്. അപ്പം അപ്പൊ അവിടെ രഞ്ജിത്തും അനീഷും ഒക്കെ എല്ലാവരും അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അനീഷ് വെറും പാഴാണ്, ക്യാപ്റ്റൻ ആകാൻ തന്നെ ആരാണോ ക്യാപ്റ്റൻ ആക്കിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇതുമില്ല. പിന്നെ ആൾക്കാർ ഒക്കെ അത് പിന്നെയും പറയണ്ടല്ലോ, എന്നത്തെ ഉള്ള എപ്പിസോഡ് പോലെ അടി തന്നെ. പിന്നെ വീക്ക്ലി ടാസ്കില് ഭാഗ്യത്തിന്റെ പണപ്പെട്ടി എന്ന് പറഞ്ഞ സംഭവമാണ്. ആര്യൻ എല്ലാവർക്കും ഒരു കയ്യിൽ ഇങ്ങനെ ഒരു നമുക്ക് ഗോൾഡ് ഒക്കെ കിട്ടുമ്പോൾ ഒരു ബാഗ് ഉണ്ടല്ലോ, ഒരു പൗച്ച്, അതുപോലത്തെ പൗച്ച് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കുളങ്കര കളിക്കത്തില്ലേ, കുളങ്കര സെറ്റ് പോലെ വലിയ നമ്മുടെ വലിയൊരു റൗണ്ട് ഉണ്ട്, റൗണ്ട് വരച്ചിട്ടുണ്ട്, വലിയ എല്ലാവർക്കും നിൽക്കാൻ പാകത്തിന് റൗണ്ട് വരച്ചിട്ടുണ്ട്. അതിന്റെ നടുക്കൊരു തേനീച്ചപ്പെട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്, പിങ്ക് കളറിലെ ബോക്സിൽ ഒരു തേനീച്ചപ്പെട്ടി. അപ്പൊ തേനീച്ചപ്പെട്ടിക്കകത്ത് നമുക്ക് പല കളറിലുള്ള കോയിൻസ് ഇട്ടുണ്ട്, അത് റെഡ്, ബ്ലാക്ക്, ഗോൾഡ്. അപ്പം റെഡ് കോയിൻസ് ഡബിളിങ്, നമുക്ക് എന്ത് പോയിന്റ്സ് ഡബിളിങ് ആവും. ബ്ലാക്ക് ആണെങ്കിൽ നമുക്ക് 8ന്റെ പണി കിട്ടും, അല്ല 7ന്റെ പണി കിട്ടും. ഗോൾഡ് ആണെങ്കിൽ നമുക്ക് സൂപ്പർ പവർ കിട്ടും. അപ്പം ഒരു ബസ് അടിപ്പിക്കുമ്പോൾ ഓടിച്ചെന്ന് എല്ലാരും കൂടെ ചെന്നിട്ട് ആ തേനീച്ചപ്പെട്ടിക്കകത്തുനിന്ന് ആ കോയിൻസ് എടുക്കണം. അപ്പം അടുത്ത ബസ് അടിക്ക് തിരിച്ച് വരണം. അപ്പൊ ഇത് തുടങ്ങും, സ്റ്റാർട്ട്. എല്ലാവരും ഇങ്ങനെ റൗണ്ടിൽ നിൽക്കുന്നു, ഞാൻ ആദ്യം പോകുന്നു പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇത്രയും പേരുണ്ട്, 19-20 പേരുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു ചെറിയ തേനീച്ചപ്പെട്ടി എന്ന് പറഞ്ഞാൽ തേനീച്ചപ്പെട്ടി സത്യം നമ്മൾ തേനീച്ചപ്പെട്ടി ഇങ്ങനെ വെക്കുന്നുണ്ടല്ലോ റബ്ബർ കാട്ടിലൊക്കെ, അതുപോലെ തന്നെ ആ സെറ്റപ്പിൽ വെച്ചേക്കുക. അപ്പൊ ബസ് അടിച്ചു 6 സെക്കൻഡ് എങ്ങാണ്ടേ ഉള്ളൂ, 6-5 സെക്കൻഡ് ഒക്കെ ഉള്ളൂ, നിമിഷം കൊണ്ട് ബസ് അടിച്ചു. എല്ലാം കൂടെ ഓടിച്ചെന്നു. 5 സെക്കൻഡിന് ശേഷം ബസ് അടുത്ത് അടിക്കുന്നു, ഗെയിം ഓവർ. അപ്പം പറയുന്നു എല്ലാരും ലീവിംഗ് ഏരിയയിലോട്ട് വരാൻ പറയുന്നു. അപ്പം കുറെ പേർക്ക് ഒന്നും കിട്ടിയിട്ടില്ല, കാരണം അധികം സമയമില്ലായിരുന്നല്ലോ. അനീഷ്, ഓനിയൻ, രഞ്ജിത്ത്, നെവിൻ, അപ്പാനി ഇവർക്കൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ കുറച്ച് പേർക്ക് കിട്ടി കേട്ടോ. അബിക്ക് ഒരു ബ്ലാക്ക് കിട്ടി, ആര്യന് 3 റെഡ് കിട്ടി, ബിന്നി 5 റെഡ്, നമ്മുടെ ഗസയില് 2 റെഡ്, അക്ബറിന് 4 റെഡ്, അക്ബറിന് ഒരു ഗോൾഡും കിട്ടുന്നുണ്ട്. അപ്പം ഇനി അടുത്ത അപ്പം ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വരുവാണ്. അടുത്തായിട്ട് മത്സരിക്കേണ്ടത് ഇതുവരെ കോയിൻസ് ഒന്നും കിട്ടാത്തവരെയാണ്. അപ്പൊ ഒരു കാര്യം കൂടെ, അതിന്റെ പ്ലസ് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇത്തവണ കോയിൻസ് കിട്ടിയില്ല, രണ്ടാമത് കളിക്കുമ്പോഴും കോയിൻസ് കിട്ടിയില്ലെങ്കിൽ ഇവരെ ഡയറക്റ്റ് തന്നെ ജയിലിലോട്ട്, നോമിനേഷനിലോട്ട് പോകും. പിന്നെ അവർ ടാസ്ക് കളിച്ച് ജയിക്കണം. പിന്നെ ഈ ബ്ലാക്ക് കിട്ടിയവർക്ക് ഒരു പണിയും കൂടെ. അത് മാത്രമല്ല ഈ രണ്ടാം ടാസ്കിലും പങ്കെടുത്തിട്ട് ഒരു ഗോൾഡ് പോലും കരസ്ഥമാക്കിയില്ലെങ്കിൽ അവർക്ക് അടുത്ത ഇനിയുള്ള വീക്കിലി ടാസ്കിലൊന്നും പങ്കെടുക്കാനും പറ്റത്തുമില്ല. ഒരു വല്ലാത്ത പണിയായിപ്പോയി. അപ്പത്തേക്ക് അനീഷിന് അപ്പം രണ്ടാമത്തെ ബസ്റൂം അടിച്ചു, പെട്ടെന്ന് തന്നെ മത്സരം കഴിഞ്ഞു. അപ്പത്തേക്ക് പിന്നെ അനൗൺസ്മെന്റ് വരുവാണ്, ആർക്കൊക്കെ കിട്ടി. അപ്പൊ ഇവരെല്ലാം വിചാരം അനീഷിന് കിട്ടിയിട്ട് അനീഷ് എങ്ങനെയും ജയിലിൽ പോകണം എന്നാണ് വിചാരം. അപ്പം ഷാനവാസിന് കിട്ടി. അപ്പൊ അനീഷിനും കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാത്തിന്റെയും മുഖം അങ്ങ് ചുളിഞ്ഞു, ഒരുമാതിരി ചമ്മി നാറി പോലെയായി. അപ്പൊ അനീഷിന് ഒരു ബ്ലാക്ക് കിട്ടി, പിന്നെ ഷാനവാസിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ബ്ലാക്ക് കിട്ടിയവർക്ക് ഒരു പണിയുണ്ട്. അപ്പൊ ഇനിയിപ്പൊ ഒന്നും കിട്ടാത്തവർക്ക് ഇനി ഗെയിമിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല, അവർ ഡയറക്റ്റ് ജയിലിലോട്ടാണ് എന്ന് പറയുന്നു. ഇനി ഗോൾഡ് കിട്ടിയവർ ആർക്കൊക്കെ ഗോൾഡ് കിട്ടിയവർ എഴുന്നേറ്റേക്കാം. അപ്പം അക്ബർ എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പം അക്ബറിന് ഒരു ഇതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്ബറിന്
അടുത്ത നോമിനേഷനിൽ അക്ബറിന് നേരിട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്യാം. അപ്പം ഒരു സൂപ്പർ പവർ ആണ് കിട്ടിയേക്കുന്നത്. അപ്പൊ സൂപ്പർ പവർ കിട്ടണമെങ്കിൽ ഒരു കടമ്പയും കൂടെ കിടക്കണം. അപ്പൊ അക്ബറിന് ഒരാളെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ആ ആളും കൂടെ ആ ഒരു അടുത്ത ഗെയിമിൽ ഒരു ഗോൾഡ് കരസ്ഥമാക്കണം. എന്നാലേ ഈ സൂപ്പർ പവർ കിട്ടുള്ളൂ. അപ്പൊ ആരെ ആണ് അക്ബർ സെലക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഒന്ന് ആലോചിച്ച് പറഞ്ഞു ആര്യനെയാണ്. അപ്പം ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഉറപ്പാണല്ലോ അല്ലേ, ഇനി മാറ്റി പറയത് ആര്യനെയല്ലേ? അതെ ബിഗ് ബോസ്, എനിക്ക് വിശ്വാസമാണ് ആര്യൻ ഗോൾഡ് എടുത്തോണ്ട് വരും. അങ്ങനെ അവർ തമ്മിൽ ഒരു കോംബോ ആവുകയാണ്. അപ്പം ബസർ അമർത്തുന്നു, ഓടുന്നു. പക്ഷെ ആര്യൻ ഗോൾഡ് എടുക്കുന്നുണ്ട്. പക്ഷെ അത് റെനയെ തട്ടി വീഴുന്നു. അപ്പൊ ആര്യന്റെ കയ്യിൽ നിന്ന് ആ ഗോൾഡ് തെറിച്ചു പോയിട്ട് അത് ഷാനവാസിന് കിട്ടുന്നു. അപ്പം അതിനുള്ളിൽ ബസർ പെട്ടെന്ന് തന്നെ മത്സരം നിൽക്കുമല്ലോ. അങ്ങനെ ആര്യന്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ ഒരു സംഭവമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പത്തേക്ക് ഇവരേല് കൺഫെക്ഷൻ റൂമിലോട്ട് പിന്നെ ഈ ബ്ലാക്ക് കൺഫെക്ഷൻ റൂമിലോട്ട് വിളിക്കുന്നുണ്ട്. അപ്പം ആര്യനും അക്ബറും കൺഫെക്ഷൻ റൂമിലോട്ട് പോകുമ്പോഴത്തേക്ക് ചോദിക്കുന്നു, നിങ്ങൾ ഈ ഗെയിമിൽ നിന്ന് ഔട്ട് ആയിക്കുകയാണ്, നിങ്ങൾ ഒരാൾ നോമിനേഷൻ ചെയ്യപ്പെടണം. അപ്പത്തേക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് അക്ബറിന്റെ സ്വഭാവം മാറി, നിന്റെ കയ്യിലാണ് പ്രശ്നം, നീയാണ് ഇത് നശിപ്പിച്ചു കളഞ്ഞെന്നുള്ള രീതിക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായ സ്ഥിതിക്ക് ആര്യം പറഞ്ഞു, ഞാൻ ഓൾറെഡി നോമിനേഷൻ ഉള്ളതാണ്, ഇനി എങ്ങനെയാണ് ഈ ആഴ്ചയിൽ നോമിനേഷൻ, അടുത്ത ആഴ്ചയിലും പോകണോ, അതെനിക്ക് പറ്റില്ല. പിന്നെ അവസാനം അക്ബർ അത് എടുക്കുകയാണ്, ശരി ഞാൻ തന്നെ നോമിനേഷനിലോട്ട് പോയിക്കോളാം എന്ന് പറയുകയാണ്. പിന്നെ ഈ തവണയും നമ്മുടെ അനീഷിന് ബ്ലാക്ക് വന്നിട്ട് അപ്പൊ എക്സ്ട്രാ ബ്ലാക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറയുന്നു. അപ്പത്തേക്ക് അനീഷ് ഷാനവാസിനാണ് ബ്ലാക്ക് കൊടുക്കുന്നത്. അപ്പൊ ഷാനവാസിന് ഓൾറെഡി ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഷാനവാസിന് കൊടുക്കണം. അപ്പൊ വേറെ ആൾക്ക് കൊടുക്കാൻ പറയുമ്പോൾ അത് ആര്യന് കൊടുക്കുന്നു. അപ്പൊ ഈ ബ്ലാക്ക് കിട്ടിയവർക്ക് ഇതുണ്ടല്ലോ പണിഷ്മെന്റ്. ആദ്യത്തെ തവണ ബ്ലാക്ക് ഇട്ട് റെന, നമ്മുടെ അബി, പിന്നെ അനീഷ്. അപ്പം റെന ഇതില് അപ്പം കിട്ടിയവര് അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് കിട്ടുന്നവർക്ക് പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ വാ മൂടിക്കെട്ടണം, ഒരാൾ കണ്ണ് മൂടിക്കെട്ടണം, ഒരാൾ നടക്കാൻ പാടില്ല. അതായത് ഒരു അർബാനയുണ്ട്, നമ്മൾ ഈ മേക്കാട് പണിക്കും മേശരി പണി ഇങ്ങനെ കെട്ടിട പണിക്കൊക്കെ ഉപയോഗിക്കുന്ന അർബാനയില്ലേ, കല്ലും കട്ടയൊക്കെ കൂട്ടാൻ. അപ്പൊ അതുപോലെ അർബാന. അപ്പം അബിയയിലെ അർബാനക്കകത്തിരുത്തുന്നു, റെന കണ്ണ് മൂടിക്കെട്ടുന്നു, റെന വാ മൂടിക്കെട്ടുന്നു. അപ്പൊ അനീഷ് കണ്ണ് മൂടിക്കെട്ടും. എന്നിട്ട് ഇങ്ങനെ 1 മണിക്കൂറോളം ഇങ്ങനെ കൊണ്ട് നടക്കാം. അതാണ് അവരുടെ പണിഷ്മെന്റ്. അപ്പൊ രണ്ടാമത്തെ തവണയും വന്നവർക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആര്യന് കൊടുത്തതാണ് നമ്മുടെ ആര്യൻ ആനെ പോലെ നടക്കുന്നു. ഷാനവാസ് വായ മൂടിക്കെട്ടി, അക്ബർ കണ്ണ് കെട്ടി. അപ്പത്തേക്ക് ഈ ആര്യനെ നന്നായിട്ട് അനീഷ് ചൊറിയുന്നുണ്ട്. ആനെ ഇടത്തോട്ടാനെ വലത്തോട്ടാനെ ആനെ അങ്ങനെ അനീഷിനെ ഇങ്ങനെ 1 മണിക്കൂറോളം ഇങ്ങനെ നടക്കണമല്ലോ ആനയായിട്ട് ഇങ്ങനെ. അതാണ് പണിഷ്മെന്റ്. അപ്പൊ അങ്ങനെ നന്നായിട്ട് അനീഷ് പുറകിൽ നിന്ന് ചൊറിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ എപ്പിസോഡിൽ, ഇന്നത്തെ എല്ലാ ലൈവ് എല്ലാം ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നിങ്ങൾ എന്റെ ചാനൽ, ഞാൻ ഇന്ന് പെട്ടെന്നാണ് പറഞ്ഞത്, എനിക്ക് കുറച്ച് ധൃതി ഉണ്ടായിരുന്നു, ഒരു സ്ഥലത്തുനിന്ന് വരികയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോയത്. അപ്പൊ എന്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ എല്ലാം ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഓക്കെ ബൈ.